ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രൈമറി ഗോൾസ്, സെക്കൻഡറി ഗോൾസ്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, അങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? യൂസറിനും ഹാർഡ്വെയറിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മിഡിൽ വെയർ അല്ലെങ്കിൽ ഇന്റർഫേസിനെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. നമുക്ക് യൂസർ ഉണ്ട്, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്. ഈ കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് എന്തൊക്കെ കാണും? നമ്മുടെ CPU കാണും, മെമ്മറി, അത് പ്രൈമറി ഉണ്ടാവും, സെക്കൻഡറി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ IO ഡിവൈസസ് കാണും, അല്ലേ? ഇതിനിടയിൽ നിൽക്കുന്ന ഒരു ഇന്റർഫേസ് അല്ലെങ്കിൽ മിഡിൽ വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വിൻഡോസ്, ഉബണ്ടു, അതൊക്കെ ഈ രണ്ട് കൂട്ടരുടെ ഇടയിൽ നിൽക്കുന്ന മിഡിൽ വെയർ അല്ലെങ്കിൽ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ട സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആയിരിക്കും ഈ OSനകത്ത് ഉണ്ടായിരിക്കാം. ഇത് OSന്റെ ഒരു ഡെഫിനിഷൻ മാത്രമാണ്, അതായത് മിഡിൽ വെയർ അല്ലെങ്കിൽ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണമെങ്കിൽ നമുക്കൊരു റിസോഴ്സ് മാനേജർ ആണെന്ന് പറയാം. ഈ റിസോഴ്സ് മാനേജർ ആരെയാണ് മാനേജ് ചെയ്യുന്നത്? ബേസിക്കലി റിസോഴ്സസിനെ. ഏതൊക്കെയാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ റിസോഴ്സസ് എന്ന് പറയുന്നത്? ഈ പറഞ്ഞ CPU, മെമ്മറി, IO. 1960s നമുക്ക് യൂണി പ്രോസസർ സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. ഒരു സിംഗിൾ പ്രോഗ്രാം മാത്രമേ നമുക്ക് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് CPU ഉണ്ട്, CPUവിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഒരൊറ്റ പ്രോഗ്രാം മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു സെക്കൻഡ് പ്രോഗ്രാം കൊടുത്താൽ CPU അത് ആക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ ലേറ്റർ എന്തായി? സിംഗിൾ പ്രോസസർ ആണെങ്കിലും മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിക്കോട്ടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിക്കോട്ടെ, ഏതിനകത്ത് വേണമെങ്കിലും നമ്മളിപ്പോൾ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻകമിങ് കോൾസ് വരാം, അല്ലേ? അതേസമയം തന്നെ ഇൻകമിങ് കോൾസ് നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വരാം, അല്ലേ? അങ്ങനെ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യാവുന്ന തരത്തിലായി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ആ തരത്തിലുള്ള പ്രൊവിഷനൊക്കെ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങി. നോക്കൂ, ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞോട്ടെ. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം അത് നമ്മൾ കമ്പൈൽ ചെയ്യുന്ന നേരത്ത് അത് എവിടെയായിരിക്കും കിടക്കുക എന്നറിയോ? പ്രൈമറി മെമ്മറിയിലായിരിക്കും, സെക്കൻഡറി മെമ്മറിയിലായിരിക്കും? സെക്കൻഡറി മെമ്മറിയിലായിരിക്കും. അതായത് നമ്മുടെ ഹാർഡ് ഡിസ്കിനകത്തായിരിക്കും പ്രോഗ്രാം കമ്പൈലേഷൻ ടൈമിൽ കിടക്കുന്നുണ്ടായിരിക്കുക. ഒരു പ്രോഗ്രാം എക്സിക്യൂഷന് പോകുമ്പോൾ മാത്രമേ അത് മെയിൻ മെമ്മറി അല്ലെങ്കിൽ റാമിലോട്ട് മൂവ് ചെയ്യുള്ളൂ. ഈ മെയിൻ മെമ്മറിയിൽ വന്നിട്ടുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ മെയിൻ മെമ്മറിക്കകത്ത് കിടക്കുന്ന പ്രോഗ്രാംസ് മാത്രമേ CPU എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അത് അടിവരയിട്ട് വെച്ചേക്കണം. അതായത് CPU എക്സിക്യൂട്ട്സ് ദ പ്രോഗ്രാംസ് ഓൺലി ഫ്രം മെയിൻ മെമ്മറി. നമുക്ക് മെയിൻ മെമ്മറി ഒന്ന് എടുത്ത് നോക്കാം. മെയിൻ മെമ്മറിനെ സംബന്ധിച്ചിടത്തോളം അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒന്നാമത്തേത് ഒരു കേർണൽ ഏരിയ. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് യൂസർ ഏരിയയേക്കാൾ എല്ലായ്പ്പോഴും കുറവായിരിക്കും കേർണൽ ഏരിയ. യൂസേഴ്സിന് കൂടുതൽ സ്പേസ് വേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് യൂസർ ഏരിയ കുറച്ചും കൂടെ വലുതായിരിക്കുന്നത്. ഈ കേർണൽ ഏരിയയുടെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ഈ യൂസർ ഏരിയയിൽ യൂസേഴ്സിന്റെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രോസസ്സ് വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, പ്രോസസ്സസ് എല്ലാം കിടക്കുന്നുണ്ടായിരിക്കുക യൂസർ ഏരിയയിലായിരിക്കും. ഇവിടെ നിന്നുള്ള കണ്ടന്റ് ആണ് CPU ആക്സസ് ചെയ്യുക. ആ പ്രോഗ്രാംസ് ആണ് CPU എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഹാർഡ് ഡിസ്കിൽ കിടക്കുന്ന ഒരു പ്രോഗ്രാം ഞാൻ എടുത്ത് കമ്പൈൽ ചെയ്യുകയാണെങ്കിൽ അന്നേരം അത് ഹാർഡ് ഡിസ്കിൽ തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. ദെൻ ഞാനത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തേക്കാണ് അത് എൻ്റെ മെയിൻ മെമ്മറിയിലോട്ട് പോവുകയുള്ളൂ. ഹാർഡ് ഡിസ്കും മെയിൻ മെമ്മറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹാർഡ് ഡിസ്ക് എടുത്തു, അതുപോലെ തന്നെ മെയിൻ മെമ്മറി എടുത്തു കഴിഞ്ഞിട്ട് വെച്ചാൽ കുറച്ച് പോയിന്റ്സ് ഓർത്ത് വെക്കേണ്ടത്. ഹാർഡ് ഡിസ്ക് നോൺ വൊളറ്റൈലാണ്. സെക്കൻഡറി മെമ്മറിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. നോൺ വൊളറ്റൈലാണ്. മെയിൻ മെമ്മറി നമുക്കറിയാം വൊളറ്റൈലാണ്. അതായത് കറണ്ട് പോയി കഴിഞ്ഞിട്ട് വെച്ചാൽ കണ്ടന്റ് അതിന്ന് റിമൂവ് ആയി പോകും. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്,
സെക്കൻഡറി മെമ്മറി എപ്പോഴും സ്ലോ ആയിരിക്കും. കാരണം അതിൻ്റെ സൈസ് ലാർജ് ആയിരിക്കും അല്ലേ? മെയിൻ മെമ്മറീനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ്. ഈ ഹ്യൂജ് ആയിട്ടുള്ള സ്പേസിൽ നിന്ന് കണ്ടൻസ് എടുത്ത് പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്നത് സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇനി ഇതിൻ്റെ സൈസ് ലാർജർ ആവാനുള്ള കാരണം നിങ്ങൾക്ക് അറിയോ? ഇത് ചീപ്പർ ആയതുകൊണ്ടാണ് ഇത് ലാർജർ ആയിട്ടിരിക്കുന്നത്. ഇനി മെയിൻ മെമ്മറിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അത് വോളറ്റൈൽ ആണ് എന്നുള്ളത്. അത് ഫാസ്റ്റ് ആണ്. ഫാസ്റ്റ് ആവുന്നതിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അത് സ്മോൾ ഇൻ സൈസ് ആണ്. അതുപോലെ തന്നെ ഇത് സ്മോൾ ആവാനുള്ള കാരണം അത് കോസ്റ്റ്ലി ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആ റിലേഷൻ പിടികിട്ടിയോ? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഡിവൈസ് ഡ്രൈവേഴ്സ് കാണും. ഈ ഡിവൈസ് ഡ്രൈവേഴ്സ് ആണ് ഹാർഡ്വെയർസിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, അത് തമ്മിലുള്ള ഒരു ഇൻ്റർഫേസിങ്ങിന് OSനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫൈനലൈസ് ചെയ്ത് പറയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇറ്റ്സ് ആൻ ഇൻ്റർഫേസ്. ഹാർഡ്വെയറിനും യൂസറിനും ഇടയിലുള്ള ഇൻ്റർഫേസ് അല്ലെങ്കിൽ മിഡിൽ വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതൊരു റിസോഴ്സ് മാനേജറാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാം എന്താണ്, ഈ OS എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് മാനേജസ് ഹാർഡ്വെയർ. ഓക്കെ, ഇതാണ് ഈ ഡെഫിനിഷൻസ് ഒക്കെ OSൻ്റെ ഡെഫിനിഷൻസ് ആണ്. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഗോൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതെപ്പോഴും ഏത് ക്ലാസ്സുകളായിക്കോട്ടെ, ഗേറ്റിൻ്റെ ആയിക്കോട്ടെ, നെറ്റിൻ്റെ ആയിക്കോട്ടെ, കേരള PSCയുടെ ആയിക്കോട്ടെ, ഗോൾസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഏതാണ്ട് ഒരു കാലത്ത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഗോൾസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഗോൾസ് വന്നിട്ട് ഏതൊക്കെയാണ് പ്രൈമറി ഗോൾസ്, ഏതൊക്കെയാണ് സെക്കൻഡറി ഗോൾസ്, ആ രീതിയിലൊരു ക്വസ്റ്റ്യൻ ഏതാണ്ട് ഒരു കാലത്ത് വന്നിട്ടുണ്ട്. സോ ഏത് സാറുമാർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുക്കുകയാണെങ്കിലും പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഈ ഗോൾസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനും അത് ആവർത്തിച്ച് പറയുന്നു. ഇനി എങ്ങാനും ചോദിക്കുകയാണെങ്കിലോ, മെയിൻ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗോൾസ് എന്ന് പറയുന്നത് യൂസർ കൺവീനിയൻസ്, റിലയബിലിറ്റി, സ്കെയിലബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, എഫിഷ്യൻസി ആൻഡ് സെക്യൂരിറ്റി. സപ്പോസ് നിങ്ങളുടെ പക്കലുള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിൽ ഇതിലെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് കൺവീനിയൻസ് ആയിരിക്കും. യൂസർ കൺവീനിയൻസ് ആണ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിലെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. സെക്കൻഡറി ഗോൾ എന്ന് പറയുന്നത് മാത്രമാണ് എഫിഷ്യൻസി. ഇൻ കേസ് ഓഫ് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എഫിഷ്യൻസിയും സെക്കൻഡറി ഗോൾ എന്ന് പറയുന്നത് കൺവീനിയൻസും ആയിരിക്കും. അതായത് ഹൈ പെർഫോമൻസ് സിസ്റ്റംസ് ആണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രൈമറി ഗോൾ എഫിഷ്യൻസി ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ഈ സ്കെയിലബിലിറ്റി എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഫ്യൂച്ചറിൽ നമുക്ക് കോഡ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള പർപ്പസ്, ആ ഒരു പ്രൊവിഷനാണ് സ്കെയിലബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ, ഹാർഡ്വെയർ ഡിപെൻഡൻ്റ് ആയിരിക്കരുത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീക്വൻഷ്യൽ പ്രോഗ്രാമിംഗ്. 1960s-ലും 70s-ലും ഒക്കെ നമ്മൾ പഞ്ച് കാർഡ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ആ ഹിസ്റ്ററി ഒക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതായത് ഒരു റാക്കിനകത്തേക്ക് യൂസർ എന്ത് ചെയ്യും? ഈ പഞ്ച് കാർഡ് എടുത്തിടും. ഇത് ബാങ്കിങ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ച് കാർഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ സീക്വൻഷ്യൽ പ്രോഗ്രാമിംഗ് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തിരുന്നത്. ഈ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് സീക്വൻഷ്യലി ആണ് പ്രോഗ്രാമിംഗ് നടന്നിരുന്നത്. അതായത് അറ്റ് എ ടൈം ഒരു കാർഡേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? റാക്കിനകത്ത് ഇടാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ അതും യൂസർ വേണം ഇൻപുട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷമാണ് നമുക്ക് ബാച്ച് പ്രോഗ്രാമിംഗ് വരുന്നത്. അതായത് ലേറ്റ് 70s-ലാണ് ഇത് വരുന്നത്. ഇതിനകത്ത് ബഞ്ച് ഓഫ് പഞ്ച് കാർഡ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. OS തന്നെ എന്ത് ചെയ്യുമായിരുന്നു? ഈ ബഞ്ച് ഓഫ് പഞ്ച് കാർഡ്സ് റാക്കിനകത്തോട്ട് പുട്ട് ചെയ്യുമായിരുന്നു. ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഇന്റലിജൻസ് ഈ ബാച്ച് പ്രോഗ്രാമിങ്ങിൽ ആഡ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. ദെൻ മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ മെയിൻ മെമ്മറിക്കകത്ത് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് കീപ്പ് ചെയ്യുന്നതിനുള്ള എബിലിറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താ ഉപകാരം? റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിന്
IO ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ ആ പ്രോസസ്സ് അത് പെർഫോം ചെയ്യാൻ പോകുന്ന നേരത്തെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊസസ്സറിന് വേണമെങ്കിൽ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് സ്വിച്ച് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി CPU യൂട്ടിലൈസേഷൻ ഇൻക്രീസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. മൾട്ടി പ്രോഗ്രാമിംഗ് രണ്ട് തരത്തിലുണ്ട്, പ്രീഎംപ്റ്റീവും നോൺ പ്രീഎംപ്റ്റീവും. നോൺ പ്രീഎംപ്റ്റീവ് എന്താണെന്ന് ആദ്യം പറയാം. സപ്പോസ് നമ്മുടെ മെയിൻ മെമ്മറിക്കകത്ത് രണ്ട് പ്രോസസ്സുകൾ കിടപ്പുണ്ട്, P1ഉം P2ഉം. P1 CPU എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ P2 എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ P1ന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവണം, അല്ലെങ്കിൽ P1 എന്തെങ്കിലും IO ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ P2വിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനെയാണ് നമ്മൾ നോൺ പ്രീഎംപ്റ്റീവ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇനി പ്രീഎംപ്റ്റീവ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നേരത്തെ പോലെ തന്നെ മെയിൻ മെമ്മറിക്കകത്ത് രണ്ട് പ്രോസസ്സുകൾ കിടക്കുന്നു, P1ഉം P2ഉം. P1 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പുതിയ പ്രോസസ്സ് വരികയാണ് P3 എന്ന് പറഞ്ഞിട്ട്. അതിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹയസ്റ്റ് ആണ്, P1നേക്കാളും P2നേക്കാളും ഹൈ പ്രയോറിറ്റി പ്രോസസ് ആണ് P3 എന്ന് പറയുന്നത്. അത് മെയിൻ മെമ്മറിക്കകത്ത് വരികയാണെങ്കിൽ പ്രോസസ്സർ P1ന്റെ എക്സിക്യൂഷൻ നിർത്തും, എക്സിക്യൂട്ട് ചെയ്യുന്നത് നിർത്തിവെച്ച് P3 എടുത്ത് എക്സിക്യൂട്ട് ചെയ്യും. അതായത് പ്രീഎംപ്റ്റീവ് എന്ന് പറയുമ്പോൾ ഫോഴ്സ്ഫുള്ളി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കറന്റ്ലി എന്താണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ റിമൂവ് ചെയ്ത് അതിന്റെ പ്ലേസിൽ കുറച്ചും കൂടി ഹൈ പ്രയോറിറ്റി ടാസ്കിനെ പ്ലേസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് പ്രീഎംപ്റ്റീവ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൾട്ടി പ്രോഗ്രാമിംഗ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വന്നതാണ് റിയൽ ടൈം OS. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമ്മൾ സ്പെഷ്യൽ സെനാരിയോസിലാണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഒരു ടൈം ബൗണ്ടഡ് മാനറിൽ റിയൽ ടൈം എക്സിക്യൂഷൻസ് വേണം, അങ്ങനെയുള്ള ഒരു സെനാരിയോ വരുവാണെങ്കിൽ നമുക്ക് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാം. അതിനകത്ത് കുറെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കാണും. അത് എന്തെങ്കിലും ഫങ്ഷനാലിറ്റി ടൈം ബൗണ്ടഡ് മാനറിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിലാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റംസ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. നോർമൽ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഒരു നെറ്റ്വർക്കിൽ ആയിരിക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയായിരിക്കും അത് എടുക്കുന്നുണ്ട്. ഒരു കമ്പ്യൂട്ടർ 1 ഉണ്ട് എൻ്റെ പക്കല്. ആ കമ്പ്യൂട്ടർ 1-നകത്ത് എൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണും. അത് മാനേജ് ചെയ്യുന്ന റിസോഴ്സസ് ലൈക്ക് CPU, മെമ്മറി, അതുപോലെ തന്നെ IO, ആ ഡിവൈസസ് ഒക്കെയുള്ള സെപ്പറേറ്റ്ലി ഉള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം. അതുപോലെയുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണെന്ന് വിചാരിക്കാം. ഇത് നോർമൽ കമ്പ്യൂട്ടർ സിസ്റ്റംസിന്റെ നെറ്റ്വർക്കാണ് പറയുന്നത്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് OS തന്നെ ഒരു നെറ്റ്വർക്കിൽ കാണും. ഈ OS മൾട്ടിപ്പിൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഷെയർ ചെയ്തിരിക്കുകയായിരിക്കും, C1, C2, C3 അങ്ങനെ. ഇതിനകത്ത് പക്ഷെ സെപ്പറേറ്റ് OS കാണില്ല, പക്ഷെ പ്രോസസ്സർ, മെമ്മറി, IO അങ്ങനെയുള്ള റിസോഴ്സസും കാര്യങ്ങളും ഒക്കെ കാണും. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് OS എന്താണ് മാനേജ് ചെയ്യുന്നത്? മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ഇൻ മൾട്ടിപ്പിൾ CPU, മൾട്ടിപ്പിൾ മെമ്മറി ആൻഡ് മൾട്ടിപ്പിൾ IO. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ടു പ്രസ് ദ ലൈക്ക് ബട്ടൺ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Signing off, your study partner Click. Stay focused on what really matters to you.